ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. സൂര്യനെല്ലിയേക്കാൾ ക്രൂരം. പത്തനംതിട്ട പീഡനക്കേസിൽ 58 പ്രതികൾ, പിടികൂടാനുള്ളത് 14 പേരെ. പത്തനംതിട്ട പ്രായപൂർത്തിയാകാത്ത ദലിത് പെൺകുട്ടിയെ 60ലേറെ പേർ പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ 29 കേസുകളിലായി 42 അറസ്റ്റ്. കുട്ടിയുടെ ഇതുവരെയുള്ള മൊഴിയനുസരിച്ച് ഇനി 14 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഇവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രതികളുള്ള പീഡനക്കേസായി പത്തനംതിട്ടയിലെ കൂട്ടബലാത്സംഗ കേസ് മാറി. കേസിൽ 58 പ്രതികളുണ്ടെന്നും എല്ലാവരെയും തിരിച്ചറിഞ്ഞെന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി.ജി. വിനോദ് കുമാർ അറിയിച്ചു. കേരളത്തെ നടുക്കിയ സൂര്യനെല്ലി പീഡനത്തെക്കാൾ വലിയ കുറ്റകൃത്യമാണിത്. സൂര്യനെല്ലി കേസിൽ 42 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 11 കേസുകളിലായി 26 അറസ്റ്റും, ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 16 കേസുകളിലായി 14 അറസ്റ്റും, പന്തളത്ത് ഒരു കേസിൽ 2 അറസ്റ്റും നടന്നു. തിരുവനന്തപുരം റേഞ്ച് ഡി.ഐ.ജി. അജിത ബീഗമാണു കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി വി.ജി. വിനോദ് കുമാറിന്റെയും ഡി.വൈ.എസ്.പി. എസ്. നന്ദകുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. പത്തനംതിട്ട, ഇലവുംതിട്ട, മലയാലപ്പുഴ, പന്തളം പോലീസ് സ്റ്റേഷനുകളിൽ 29 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ഒരു പ്രതി വിദേശത്താണെന്നും അയാളെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടി 5 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയായതായും പോലീസ് കണ്ടെത്തി. റാന്നി മന്ദിരമ്പടിയിലെ റബ്ബർ തോട്ടത്തിന് സമീപം നിർത്തിയിട്ട കാറിൽ വെച്ചും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രക്കാനം തോട്ടുപുറത്ത് വാഹനത്തിൽ വെച്ചും കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. ഡി.ഐ.ജി. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ 25 അംഗ സംഘത്തെയാണ് വിശദമായ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായ നീക്കത്തിൽ മന്ത്രിമാരും കടുപ്പിച്ചപ്പോൾ ഒ.ടി. ഷെഡിൽ കയറി. ബത്തേരി പി.വി. അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പി.വി. അൻവർ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയോടാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല. പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു എം.എൽ.എ ഇത്തരത്തിലൊരു ആരോപണവുമായി വന്നാൽ താൻ അത് കീറിക്കൊട്ടയിലെറിഞ്ഞേനെ. പ്രതിപക്ഷ നേതാവ് അറിയാതെ പ്രതിപക്ഷ എം.എൽ.എക്ക് ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ലെന്നും സതീശൻ പറഞ്ഞു. കെ-റെയിൽ അട്ടിമറിക്കാൻ ഞാൻ 150 കോടി രൂപ വാങ്ങിയെന്നാണ് പറയുന്നത്. കെ-റെയിൽ വരുന്നതോടെ കമ്പനികൾ കേരളത്തിലെത്തുകയും ബംഗളൂരുവിലെ കമ്പനികൾ പൂട്ടിപ്പോവുകയും ചെയ്യും. ഇത് തടയാൻ കെ-റെയിൽ പദ്ധതി നടപ്പാക്കാതിരിക്കാനാണ് 150 കോടി തന്നത്. ഈ ആരോപണം കേട്ട് ചിരിക്കണോ കരയണോ എന്നാണ് ഞാൻ നിയമസഭയിൽ ചോദിച്ചത്. ആരോപണം കേട്ട് നിയമസഭയിലുണ്ടായിരുന്നവരെല്ലാം ചിരിക്കുകയായിരുന്നു. തനിക്കെതിരെ ഹീനമായ ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി അൻവറിനെ നിയോഗിച്ചു. ഒടുവിൽ വിജിലൻസ് അന്വേഷണം നടത്തിയെങ്കിലും ആരോപണം തള്ളുകയാണുണ്ടായത്, സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവർ അൻവറിനെ കരുവാക്കിയാണ് നീക്കം നടത്തിയത്. അൻവറിന് പിന്നിൽ സി.പി.എമ്മിലെ ഉന്നത നേതാക്കന്മാർക്കൊപ്പം മന്ത്രിമാർ വരെയുണ്ടായിരുന്നു. എന്നാൽ പിണറായി കടുപ്പിച്ചതോടെ ഇവരെല്ലാം ഒ.ടി. ഷെഡിൽ കയറി. അൻവർ പറഞ്ഞ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്, സതീശൻ ആരോപിച്ചു. ഇരുവരും എവിടെയാണുള്ളതെന്നറിയില്ല. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അന്വേഷണം ശരിയായ രീതിയിൽ നടക്കട്ടെ. എൻ.എം. വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ആദ്യം ബ്രഹ്മഗിരിയിൽ പണം നിക്ഷേപിച്ചവരെ രക്ഷിക്കട്ടെ. തട്ടിപ്പിനിരയായവർ ആത്മഹത്യയുടെ വക്കിലാണ്. 400 കോടി രൂപയാണ് സി.പി.എം നേതാക്കൾ അടിച്ചുമാറ്റിയത്. പണം നിക്ഷേപിച്ച പാർട്ടിക്കാരായവരുടെ ബാധ്യത ആദ്യം തീർക്കട്ടെ, സതീശൻ പറഞ്ഞു. 800 കിലോ വെള്ളി, 28 കിലോ സ്വർണം കണ്ടുകെട്ടിയ സ്വത്ത് ജയലളിതയുടെ അനന്തരാവകാശികൾക്ക് നൽകില്ല. ബംഗളൂരു ജയലളിതയിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്കു വിട്ടു നൽകാനാവില്ലെന്ന് കർണാടക ഹൈക്കോടതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ തൊണ്ടിമുതലിൽ അവകാശവാദം ഉന്നയിച്ച് ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ദീപയും ദീപക്കും നൽകിയ ഹർജി കോടതി തള്ളി. തൊണ്ടി മുതൽ തമിഴ്നാട് സർക്കാരിനു വിട്ടു നൽകാൻ ബംഗളൂരുവിലെ പ്രത്യേക കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. 2004-ലായിരുന്നു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് രജിസ്റ്റർ ചെയ്തത്. സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിയിലായിരുന്നു കേസ്. കേസിൽ 100 കോടി രൂപ പിഴയും 4 വർഷം തടവും ബംഗളൂരുവിലെ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരുന്നു. 2014 സെപ്റ്റംബർ 27-നായിരുന്നു ജയലളിതയ്ക്കെതിരായ ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. എന്നാൽ 2015-ൽ കർണാടക ഹൈക്കോടതി ജയലളിതയെ കുറ്റവിമുക്തയാക്കി. 800 കിലോഗ്രാം വെള്ളി, 28 കിലോഗ്രാം സ്വർണം, വജ്രാഭരണങ്ങൾ, പട്ടുസാരികൾ, 750 ചെരുപ്പുകൾ, 12 ഫ്രിഡ്ജ്, 44 എ.സി, 91 വാച്ചുകൾ തുടങ്ങിയവയാണ് ജയലളിതയിൽ നിന്നും തൊണ്ടി മുതലായി പിടിച്ചെടുത്തത്. 66.65 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ജയലളിതയ്ക്കെതിരെയുള്ള ആരോപണം. വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രയേലിനും ഹമാസിനും ഖത്തർ കൈമാറി. ട്രംപ് എത്തും മുൻപ് നിർണായക നീക്കം. ദോഹ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് വിവരം. അന്തിമ വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രയേലിനും ഹമാസിനും ഖത്തർ കൈമാറിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നതാണ് ഒരു നിർദ്ദേശം.
ഇതിനോടൊപ്പം ബന്ദികളെ കൈമാറുന്നതും ഘട്ടംഘട്ടമായി നടക്കും. ഇസ്രയേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല. വെടിനിർത്തൽ കരാറിന്റെ കരട് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനും നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമം. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ ഞായറാഴ്ച ഫോണിലൂടെ സംസാരിച്ചിരുന്നു. യുഎസിലെ നിലവിലെയും വരാനിരിക്കുന്നതുമായ ഭരണകൂടങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് മൊസാദ് തലവനെ അയച്ചതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബേത്തിന്റെ തലവൻ റോണൻ ബാർ, സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിക്സൺ അലോൺ എന്നിവരും സംഘത്തിലുണ്ട്. പീച്ചി ഡാം റിസർവോയർ അപകടം, മരണത്തിന് കീഴടങ്ങിയ ആൻഗ്രേസും മരണം 2. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന ആൻഗ്രേസ് 16 ആണ് മരിച്ചത്. പട്ടിക്കാട് പാറാശ്ശേരി സജി സെറീന ദമ്പതികളുടെ മകളായ ആൻ തൃശൂർ സെന്റ് ക്ലെയേഴ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. അപകടത്തിൽ ഇതോടെ മരണം 2. അപകടത്തിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടിയായ അലീന ഇന്ന് പുലർച്ചെ മരിച്ചിരുന്നു. കൂട്ടുകാരിയുടെ വീട്ടിൽ തിരുനാൾ ആഘോഷിക്കാനെത്തിയ 3 പേരുൾപ്പെടെ 4 പേരാണ് ഞായറാഴ്ച അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ 4 പേരെയും രക്ഷിച്ച് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ 12:30 അലീന മരിച്ചു. അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് പുളയിൻമാക്കിൽ ജോണി സാലി ദമ്പതികളുടെ മകൾ നിമ 12, മുരിങ്ങത്ത് പറമ്പിൽ ബിനോജി ജൂലി ദമ്പതികളുടെ മകൾ എറിൻ 16 എന്നിവർ ചികിത്സയിൽ തുടരുകയാണ്. പീച്ചി ഡാം ജലസംഭരണിയുടെ കൈവഴിയിൽ തെക്കേക്കുളം ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. പീച്ചി ലൂർദ് മാതാ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂവരും. അപകടത്തിൽപ്പെട്ട നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് ഇവർ. ഡാമിലെ ജലസംഭരണി കാണാൻ 5 പേർ ചേർന്നാണ് പുറപ്പെട്ടത്. പാറപ്പുറത്തിരിക്കുന്നതിനിടെ 2 പേർ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു 2 പേരും വീണു. വെള്ളത്തിൽ വീഴാതെ രക്ഷപ്പെട്ട ഹിമയുടെ നിലവിളി കേട്ടു നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നിലമ്പൂർ എംഎൽഎ പി വി അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചു. തിരുവനന്തപുരം നിലമ്പൂർ എംഎൽഎ പി വി അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചു. തിങ്കളാഴ്ച രാവിലെ സ്പീക്കർ എൻ ഷംസീറിനെ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ അൻവർ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച അൻവർ ഇന്നലെ കൊൽക്കത്തയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കണ്ടിരുന്നു. എംഎൽഎ ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാനെത്തിയത്. 1.5 വർഷത്തോളം കാലാവധി ബാക്കി നിൽക്കുമ്പോഴാണ് രാജി. കഴിഞ്ഞ ദിവസമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. സ്വതന്ത്ര എംഎൽഎയായ അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകും. അത് മറികടക്കാനും നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് ശക്തി തെളിയിക്കാനുമാണ് അൻവറിന്റെ നീക്കം. കൂറുമാറ്റ് നിരോധന നിയമപ്രകാരം എംഎൽഎ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുൻകരുതൽ. അൻവർ പാർട്ടിയിൽ ചേർന്നതായി തൃണമൂൽ ഔദ്യോഗികമായി അറിയിച്ചതിനാൽ എംഎൽഎ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കം ഉടനെ ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് എംഎൽഎ സ്ഥാനം രാജിവെച്ചത്. എംഎൽഎ സ്ഥാനം രാജിവെച്ച് ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാൻ മമതയാണ് നിർദ്ദേശം നൽകിയതെന്ന് അൻവറിനോട് അടുപ്പമുള്ളവർ പറയുന്നു. ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടം പാർട്ടിക്ക് സംസ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടിയെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനം വേഗത്തിലെടുക്കാൻ ഉപതിരഞ്ഞെടുപ്പ് യുഡിഎഫിന് നിർബന്ധിതമാക്കുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാമെന്ന നിലപാടാണ് യുഡിഎഫ് അൻവറിനെ അറിയിച്ചത്. പ്രതിഷേധത്തിന് ഒടുവിൽ പുലി ഭക്ഷിച്ച കാട്ടാടിന്റെ ശരീരാവശിഷ്ടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മറവു ചെയ്തു. കൂടരഞ്ഞി പെരുമ്പുഴ കഴിഞ്ഞ ദിവസം പുലി പിടിച്ച് ഭക്ഷിച്ചു എന്ന് കരുതുന്ന കാട്ടാടിന്റെ ശരീരാവശിഷ്ടം മറവു ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും ഡിഎഫ്ഒ, റേഞ്ചർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂമ്പാറ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തുകയും കാട്ടാടിന്റെ ജഡം കൊണ്ടുപോവുകയും ചെയ്തു. ജനവാസ മേഖലയിൽ പുലി സാന്നിധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പുലിയെ പിടിക്കുന്നതിനു വേണ്ടി പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ പുലി കെണിയിൽ കുടുങ്ങിയില്ല എന്ന് മാത്രമല്ല പല ഭാഗങ്ങളിലായി പുലിയെ കാണുകയും കർഷകനായ അഗസ്റ്റിൻ മുല്ലൂരിന്റെ കൃഷിസ്ഥലത്ത് പുലി ഭക്ഷിച്ചതായി കരുതുന്ന ശരീരാവശിഷ്ടങ്ങൾ കാണപ്പെടുകയും ചെയ്തു. നിരവധി കുടുംബങ്ങൾ കുടിവെള്ളം എടുക്കുന്ന നീരുറവയോട് ചേർന്നാണ് ഈ അവശിഷ്ടം കണ്ടത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ കർഷക കോൺഗ്രസ് നേതാക്കൾ അധികൃതരോട് പുലിയെ ഉടൻ പിടികൂടണമെന്നും ആർആർടിയുടെ നിരീക്ഷണം ശക്തമാക്കണമെന്നും പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ണന്തറ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോസ് ജേക്കബ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിജു ചെമ്പനാനി, മണ്ഡലം പ്രസിഡന്റ് അനീഷ് പനച്ചിയിൽ, ജില്ലാ സെക്രട്ടറി ജോർജ് വലിയകട്ട, കൂടരഞ്ഞി പഞ്ചായത്ത് യുഡിഎഫ് കൺവീനർ അഡ്വക്കേറ്റ് സിബു തോട്ടത്തിൽ, NK സീബാവ, ജിബിൻ മാണിക്യത്ത് കുന്നിൽ ചെയ്ത് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജില്ലാ കാമ്പോരി സംഘടിപ്പിച്ചു. കോടഞ്ചേരി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷൻ കൂടത്തായ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് ത്രിദിന ജില്ലാ കാമ്പോരി നടത്തി.
കുട്ടികളുടെ ഉത്സവമായ കാമ്പോരിയിൽ 6 സബ് ജില്ലകളിലുള്ള 700ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കാബോരി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ രാമചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ഗൈഡ് ഷീല ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം മൊയിനുദ്ദീൻ കാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണൻ മാസ്റ്റർ, വാർഡ് മെമ്പർ ഷീജ സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ഫാദർ ബിബിൻ ജോസ്, പ്രിൻസിപ്പൽ ഫാദർ സി.ബി. പൊൻപാറ, PTA പ്രസിഡന്റ് കെ മുജിബ്, ഹെഡ്മാസ്റ്റർ തോമസ് അഗസ്റ്റിൻ, ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ രാജൻ, കെ വിനോദിനി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി VT ഫിലിപ്പ് സ്വാഗതവും ജില്ലാ കമ്മീഷണർ രമ കെ നന്ദിയും പറഞ്ഞു. 3 ദിവസങ്ങളിൽ നടക്കുന്ന ക്യാമ്പിൽ നിരവധി പരിപാടികളാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. ക്യാമ്പിൽ കുട്ടികളിൽ ആവേശമുണർത്തുന്ന അഡ്വഞ്ചർ ഗെയിംസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, എക്സിബിഷൻ, ഡിസ്പ്ലേ, പെജന്റ് ഷോ, ഫുഡ് പ്ലാസ, മാർച്ച് പാസ്റ്റ് തുടങ്ങി നടന്നു. സ്വന്തമായി നിർമ്മിച്ച ടെന്റുകളിലുള്ള താമസം കുട്ടികൾക്ക് വേറിട്ടതും അവിസ്മരണീയവുമായ അനുഭവമായിരുന്നു. സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ പത്തനംതിട്ടയും മലപ്പുറവും ചാമ്പ്യന്മാർ. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ സമാപിച്ച സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയും വനിതാ വിഭാഗത്തിൽ മലപ്പുറവും ജില്ലയും ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ പാലക്കാട് 2ാം സ്ഥാനവും മലപ്പുറം 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലയിൽ, സംസ്ഥാന അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KM ജോസഫ്, സെക്രട്ടറി PM എഡ്വേർഡ്, ട്രഷറർ ഷിജോസ് കറിയ, വിപിൻ സോജൻ, K ഹംസ, J ഷഹനാസ് എന്നിവർ പ്രസംഗിച്ചു. പുരുഷ വിഭാഗത്തിൽ മികച്ച കളിക്കാരനായി പാലക്കാടിന്റെ S വിഷ്ണു, മികച്ച പിച്ചറായി പത്തനംതിട്ടയുടെ KR അമൽകൃഷ്ണ, മികച്ച ക്യാച്ചറായി പത്തനംതിട്ടയുടെ O വഫ ഇസ്മായിൽ, വനിതാ വിഭാഗത്തിൽ മികച്ച കളിക്കാരിയായി കോഴിക്കോടിന്റെ ശ്രേയ, മികച്ച പിച്ചറായി മലപ്പുറത്തിന്റെ P അനഘ, മികച്ച ക്യാച്ചറായി മലപ്പുറത്തിന്റെ NP അളക എന്നിവരെ തിരഞ്ഞെടുത്തു. കോടഞ്ചേരി തിരുവമ്പാടി റോഡിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കോടഞ്ചേരി തിരുവമ്പാടി റോഡിൽ മുറമ്പാത്തി കഴിഞ്ഞ് എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആർക്കും കാര്യമായ പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. വയനാട് ഭാഗത്തുനിന്നും വന്ന മാരുതി കാറും മഞ്ചേരി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന UP രജിസ്ട്രേഷനുള്ള OD കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാറുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.